ഹായ്, വെൽക്കം ടു വ്ളോഗ്സ് ബൈ ജെഫി മേരി. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ ഒരു അൺബോക്സിങ് വീഡിയോയും അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനത്തെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഇതാണ് ആ സാധനം, മെൻസ്ട്രൽ കപ്പ്. എനിക്കറിയാം കുറേ വീഡിയോസ് ഉണ്ട് ഈ മെൻസ്ട്രൽ കപ്പിനെ പറ്റിയിട്ട്. ഇപ്പോൾ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ഇതിനെപ്പറ്റി അറിയുകയും ചെയ്യാം. എങ്കിൽ പോലും ഇത് ഉപയോഗിക്കാത്ത കുറേ പേരുണ്ട്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എടുത്ത ഏറ്റവും നല്ല തീരുമാനം ഞാൻ പറയാറുണ്ട്. ഒന്ന്, ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ ചൂസ് ചെയ്തതും പിന്നെ അടുത്തത് ഈ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്തതാണ്. ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 7 years ആയി. ഞാൻ ഭയങ്കര ഒരു ആശ്വാസമാണ്. അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ പീരീഡ്സിന് കുറേ പൈസ ആകും. അത് മാത്രമല്ല, അത് വെക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊണ്ടിരിക്കണം. നമ്മൾ ചിലപ്പോൾ ട്രാവൽ ചെയ്യുമായിരിക്കും, അപ്പം നമ്മളത് മാറ്റിക്കൊണ്ടിരിക്കണം. പിന്നെ അതിൽ നിന്നൊരു സ്മെല്ലും ഉണ്ട്, ഒരു ബാഡ് സ്മെല്ലും ഉണ്ട്. അത് അങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ അത് വെക്കുമ്പോൾ ആ ഒരു നനവും അതിൻ്റെ ഒരു ഇറിറ്റേഷനും അങ്ങനെയൊക്കെ. സത്യം പറഞ്ഞാൽ ഇത് വന്നേ പിന്നെ പീരീഡ്സിൻ്റെ വേദനയുണ്ട്. പക്ഷേ ആ വേദനകൾ കഴിഞ്ഞാൽ എനിക്ക് പീരീഡ്സ് ആകുന്ന പോലെ ഞാൻ മറന്നു പോകാറുണ്ട്. ആരെങ്കിലും ഇപ്പോഴും ഇത് യൂസ് ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ ശരിക്കും പറയാൻ മണ്ടത്തരാട്ടോ. ഇത് ഉറപ്പായിട്ട് യൂസ് ചെയ്യണം. ഞാൻ സത്യത്തിൽ ഉപയോഗിക്കുന്നത് ഈ ബ്രാൻഡാണ്. ഞാനത് ഏതാണെന്ന് മെൻഷൻ ചെയ്യാം. ഇത് ഫാർമസിയിൽ നിന്ന് മേടിച്ചതാണ്. ഈ ബ്രാൻഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിന് മുന്നേ ഞാൻ യൂസ് ചെയ്തത് വാവ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെയാണ്. ആ ബ്രാൻഡ് ഇപ്പോൾ ഇല്ലെന്ന് തോന്നുന്നു, ഞാൻ ആമസോണിൽ കണ്ടില്ല. ഇതിപ്പം ഞാൻ റീസെൻ്റ്ലി മേടിച്ചതാണ്. ഇത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാനത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ അഭിപ്രായം കൂടെ ഇതിൻ്റെ ഒപ്പം, ഈ വീഡിയോടൊപ്പം ചേർക്കുന്നതാണ്. അപ്പോൾ പല വിലയുടെ ഉണ്ട്, പല സൈസിൻ്റെ, പല ഷേപ്പിൻ്റെ ഉണ്ട്. ഇതിൽ എപ്പോഴും മിക്കവാറും ഉള്ളതിൻ്റെ എല്ലാം നമുക്ക് കിട്ടുന്നത് ഇങ്ങനൊരു പൗച്ചിലായിരിക്കും കിട്ടുക. ഓക്കെ, ഇതിങ്ങനെയായിരിക്കും കിട്ടുക. ഞാൻ പൊതുവെ എപ്പോഴും ഈ ഒരു ഷേപ്പാണ് ചൂസ് ചെയ്യുന്നത്. ഞാൻ ഇത് ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതിനെപ്പറ്റി അഭിപ്രായം പറയാനേ എനിക്കറിയുള്ളൂ. ഞാൻ ഈ ഒരു ഷേപ്പിലുള്ളതാണ് എപ്പോഴും ചൂസ് ചെയ്യുക. പിന്നെ ഈ മെൻസ്ട്രൽ കപ്പിൻ്റെ സൈസില്ലേ നമ്മൾ സെലക്ട് ചെയ്യുക. ചില ബ്രാൻഡിൻ്റെ എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രായം അനുസരിച്ചാണ്. 30 വയസ്സ് വരെ ഇത്, 30 തൊട്ട് അങ്ങനെയുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട്. ചിലത് ടീനേജേഴ്സിനൊന്ന്, 1 പ്രസവം കഴിഞ്ഞവർക്കൊന്ന്, 2 പ്രസവം കഴിഞ്ഞവർക്കൊന്ന്, അങ്ങനെ. അപ്പം നിങ്ങളത് വായിച്ചു നോക്കിയിട്ടാണ് നിങ്ങളുടെ സൈസ് ഏതാണെന്ന് ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ. പിന്നെ ഏതൊരു സാധനം ഉപയോഗിച്ചാലും വൃത്തിയായിട്ട് ഉപയോഗിക്കാം. ഇപ്പം ഇതാണെങ്കിലും നമ്മളൊന്ന് ഇത് സ്റ്റെറിലൈസ് ചെയ്യണം. പിന്നെ ഇങ്ങനെ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞ് പൗച്ചിലിട്ട് വെക്കുക. നെക്സ്റ്റ് ടൈം യൂസ് ചെയ്യുന്നതിന് മുന്നേ ഒന്നുകൂടെ സ്റ്റെറിലൈസ് ചെയ്ത് എടുക്കുക. ഞാനിത് സ്റ്റെറിലൈസ് ചെയ്യുന്നത് നമ്മൾ വെള്ളത്തിലിട്ട് തിളപ്പിക്കുകയാണ്. അതല്ലാതെ ഇപ്പോൾ ഇത് സ്റ്റെറിലൈസ് ചെയ്യാൻ ഓരോരോ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അതൊന്നും മേടിച്ചിട്ടില്ല, അത് എനിക്കറിയത്തില്ല. ഓക്കെ, അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിങ്ങനൊരു സംഭവം. ഇതിന് ഈ ഒരു സ്റ്റെമ്മുണ്ട്. അപ്പോൾ പലരും ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, ഈ സ്റ്റെം ഇതിൻ്റെ അകത്ത് പോകുമെന്ന്. ഈ സ്റ്റെം ഇതിൻ്റെ അകത്ത് പോകത്തില്ല, ഈ സ്റ്റെം ഇതിൻ്റെ പുറത്ത് നിൽക്കത്തേ ഉള്ളൂ. ഓക്കെ. പിന്നെ ഞാൻ പടം വരച്ച് കാണിക്കാതെ, എനിക്ക് ഇത്ര വരയ്ക്കാനൊന്നും അറിയത്തില്ല. എങ്കിലും പല ആൾക്കാരും ഇങ്ങനെ മറ്റൊരാളുടെ വീഡിയോയുടെ താഴെ കമൻറ്റ്സ് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് മൂത്രം ഒഴിക്കാൻ പറ്റുമോ ഇത് വെച്ചിട്ട്, അങ്ങനെയൊക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ ഏത് ഫീൽഡിലുള്ള ആൾക്കാരാണെങ്കിലും നമ്മുടെ ശരീരത്തെ പറ്റിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് വേണം. അറ്റ്ലീസ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്ന സാധനത്തെ പറ്റിയിട്ടെങ്കിലും നമുക്കൊരു ഐഡിയ വേണം കേട്ടോ. ഇത് വരച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് നിങ്ങൾ എൻ്റെ അടുത്ത് പറയണം കേട്ടോ. ഓക്കെ, അപ്പോൾ ശരിയാക്കി തരാം. ഇതാണ്, കാണാമോ, ഇതാണ് നമ്മുടെ യൂരത്രൽ ഓപ്പണിങ്. അതായത് നമ്മൾ സുസു വെക്കുന്നത് ഇതൊഴി കൂടെയാണ് കേട്ടോ. കാണാമല്ലോ അല്ലേ, ഇതൊഴി കൂടെയാണ്. ഇതിൻ്റെ താഴെ നിങ്ങൾ കണ്ടിട്ടില്ല ഇങ്ങനൊരു സാധനം, അതാണ് നമ്മുടെ വജൈനൽ ഓപ്പണിങ്. ഇതിൽ കൂടെയാണ് ബേബി വരുന്നതും പീരീഡ്സിൻ്റെ ബ്ലഡ് വരുന്നതും. അങ്ങനൊരു സാധനം കണ്ടില്ലേ. ഇത് രണ്ടും കൂടെ ഒരു മീൻസ് ഇവിടെ എന്തെങ്കിലും വെച്ചു എന്ന് വിചാരിച്ച് ഇതൊരു കൂടെ സുസു വെക്കാൻ പറ്റാതിരിക്കാതിരിക്കുകയൊന്നുമില്ല. എന്ന് വെച്ചാൽ നമ്മൾ വായി കൂടെ കഴിക്കുമ്പോൾ എന്താ ശ്വാസം എടുക്കാൻ പറ്റത്തില്ല, പറ്റുമല്ലോ. അങ്ങനെ ഈ വജൈനൽ ഓപ്പണിങ്ങിൻ്റെ അകത്ത് നിങ്ങൾ നിങ്ങളുടെ വിരലിട്ട് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വേറൊരു സംഭവം, ഇങ്ങനൊരു നീണ്ട ഒരു കുഞ്ഞൊരു സാധനം നിങ്ങൾക്ക് തൊടാൻ പറ്റും. അതാണ് ഈ സെർവിക്സിൻ്റെ ലോവർ പാർട്ട്. അപ്പോൾ ഈ സെർവിക്സിൻ്റെ ലോവർ പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ വജൈനയിലോട്ട് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്തിരിപ്പുണ്ട്.
ഈ സംഭവത്തിൽ കൂടിയാണ് ഈ ബ്ലഡ് വന്നിട്ട് നമ്മുടെ വജൈനൽ ഓപ്പണിങ്ങിൽ കൂടെ അത് പുറത്ത് വരുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ എന്താ പറയുക, ഞാൻ പല മെത്തേഡ്സും ഉണ്ട് ഇത് ഇൻസേർട്ട് ചെയ്യാൻ. ഞാൻ ഇൻസേർട്ട് ചെയ്യുന്ന മെത്തേഡ് എനിക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അല്ലാത്തത് നമ്മളിങ്ങനെ എവിടെയെങ്കിലും വായിച്ചിട്ട് അല്ലെങ്കിൽ മറ്റൊരാൾ പറയുന്നത് കേട്ടിട്ട് പറയാനേ ഉള്ളൂ. അപ്പോൾ ഞാൻ യൂസ് ചെയ്തത് ഏതാണെന്ന് പറയാം. ഇത് ഫസ്റ്റ് തിങ്, നമുക്ക് പേടി പാടില്ല. ഇത് ബോംബും അല്ലെങ്കിൽ മുറിയുന്ന സാധനമോ വലിയ കത്തിയോ ഒന്നും അല്ല ഇതങ്ങോട്ട് വെക്കാൻ ഇത്രയും പേടിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. ഓക്കെ, എന്നിട്ട് എന്താ ചെയ്യണ്ടേ, ഇത് ഇങ്ങനെ ഫോൾഡ് ചെയ്യണം. കണ്ടോ, ഇതിങ്ങനെ ഫോൾഡ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് നമ്മൾ നോർമലി ക്ലോസറ്റിൽ ഇരിക്കുന്ന പോലെ ഇരിക്കുക. എന്നിട്ട് നമ്മുടെ മുൻവശത്ത് കൂടെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് വെച്ചിട്ട് ഈ വജൈനൽ ഓപ്പണിങ് കുറച്ചൊന്ന് ഓപ്പൺ ആക്കണം. എന്നിട്ട് ഇത് ഉള്ളിലേക്ക് വെക്കുക. ഓക്കെ, ഉള്ളിലേക്ക് വെക്കുമ്പോൾ എങ്ങനെ, വജൈനൽ ഓപ്പണിങ് ആണെന്ന് വെച്ചോ, അപ്പോഴത്തേനും ഇങ്ങനെ ഒരു അന്തവും കുന്തം ഇങ്ങനെ അങ്ങനെ അങ്ങ് ഇടരുത്. അങ്ങനെയല്ല, ഇത് വജൈനൽ ഓപ്പണിങ് ആണെങ്കിൽ ആദ്യം നമ്മൾ ഒന്ന് വെള്ളം ഒഴിച്ച് അവിടെ വെറ്റ് ചെയ്യുക. വെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതും ഒന്ന് നനയ്ക്കണം. ഓക്കെ, ഇതും ഒന്ന് നനച്ചിട്ട് നമ്മൾ ഇത് പെതുക്കെ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യും. ഇൻസേർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇവിടെ ഇങ്ങനെ ഇത് കുറച്ചിങ്ങനെ എന്ത് ഷേപ്പ് വ്യത്യാസമല്ലേ ഈ വജൈനൽ ഓപ്പണിങ്. എന്നിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് ഇവിടെ കൊണ്ടുപോയിട്ട് ഇതിങ്ങനെ ഓപ്പൺ ചെയ്യണം. അപ്പോൾ അതിങ്ങനെ ഇരുന്നല്ലോ. ഇരിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് എന്തുണ്ടാവും, ഇതെവിടെ ഇരിക്കുന്നത്, നമ്മുടെ വജൈനയിലായിരിക്കുക. വജൈനൽ ഓപ്പണിങ് കൂടെ നമ്മൾ കയറ്റിയിട്ട് നമ്മുടെ വജൈനയിൽ ഇതിരിക്കും. അപ്പോൾ ഈ വജൈനയിൽ എന്തോ ഉണ്ട്, ഈ ലോവർ പാർട്ട് ഓഫ് സെർവിക്സ് ഉണ്ട്. ഈ ലോവർ പാർട്ട് ഓഫ് സെർവിക്സ് അപ്പോൾ ഇങ്ങനെ ഇരിക്കും. ഓക്കെ, ഇങ്ങോട്ടുള്ളത് നോക്കല്ല കേട്ടോ, ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കൈ വെച്ച് ഇങ്ങനെ നോക്കണം ഈ സെർവിക്സ് പുറത്താണോ അകത്താണോ. ചില സമയം പറ്റുന്ന ഇങ്ങനെ ഇരിക്കും, അപ്പോൾ തൊടുമ്പോൾ മനസ്സിലാവുമല്ലോ. പിന്നെ ചില സമയം ഇതിങ്ങനെ ഹാഫ് പുറത്തായിരിക്കും, അപ്പോഴാണ് ഈ ലീക്കേജ് വരിക. ഓക്കെ, അപ്പോൾ നമ്മളിതിങ്ങനെ ഇട്ടിട്ട് കൈ വെച്ചൊന്ന് നോക്കണം എല്ലാം അകത്താണല്ലോ, ഇത് ഈ ഷേപ്പ് തന്നെ അകത്തും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടല്ലോ എന്ന് നോക്കണം. ശരിക്കും പറഞ്ഞാൽ 8 മണിക്കൂർ വരെ ഇതിൻ്റെ അകത്തിൽ നമുക്കിതിങ്ങനെ യൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം ഉപയോഗിച്ച് നല്ലതായിട്ട് കഴുകുക, നമ്മുടെ ഹാൻഡ്സ് എപ്പോഴും ക്ലീനായിട്ട് ഇത് അകത്ത് വെക്കാൻ നോക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം. ഇനി ഇതെങ്ങനെയാണ് എടുക്കുക, ഇതിങ്ങനെ ഇവിടെ കിടന്ന് പിടിക്കുക, അല്ലെങ്കിൽ ഇതൊന്നും എടുക്കാൻ പറ്റാതെ വരുമ്പോഴത്തേന് ടെൻഷൻ അടിച്ച ആൾക്കാരെ ടെൻഷൻ അടിച്ച ആൾക്കാരെ വിളിച്ചാൽ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഭയങ്കരമായിട്ട് പലരും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ടെൻഷനായി, ഞാൻ ആകെ ഇതായി. ഇതിപ്പോൾ അതിൻ്റെ അകത്തൊരു 10 മിനിറ്റ് കൂടുതൽ ഇരുന്നെന്ന് ചോദിച്ചാൽ പ്രശ്നമൊന്നുമില്ലല്ലോ. ടെൻഷൻ വരുന്നുണ്ട്, അപ്പോൾ റിലാക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുക്കുക. ഇതിപ്പോൾ അവിടെ ഇരുന്നിട്ട് ഉടനെ പൊട്ടിത്തെറിക്കത്തൊന്നുമില്ലല്ലോ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഇതിങ്ങനെ വെച്ചിട്ട് ഇത് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തിട്ട് അപ്പോൾ അതിൻ്റെ കണ്ടില്ലേ ഈ എയർ, ഈ വാക്യൂം റിലീസ് ചെയ്യാൻ ഇവിടെ ഹോൾസ് ഉണ്ട്, അതൊരു കൂടെ അത് റിലീസ് ആവുകയും ചെയ്യും, ഇത് പോരുകയും ചെയ്യും. അതുപോലെ നിങ്ങൾ വെക്കുമ്പോൾ ഒരു കാര്യം ഇവിടെ ഉണ്ട് കേട്ടോ. വെക്കുമ്പോൾ ഇത് ഈ ഷേപ്പിലിരുന്നിട്ട് നിങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ ഇങ്ങനെ വെക്കുമല്ലോ. വെക്കുമ്പോൾ വേണമെങ്കിൽ ചിലപ്പോൾ നമുക്ക് തോന്നുമോ ഇത് ശരിക്കും ഇരുന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ അപ്പോഴും ഇങ്ങനെ ഒന്ന് ഞെക്കിയിട്ട് ഇങ്ങനെ ഒന്ന് തിരിച്ച് റൊട്ടേറ്റൊക്കെ ചെയ്ത് വെക്കാം. ഓക്കെ, പിന്നെ ഇങ്ങനെയാണ് ഉറപ്പ് വരുത്താം. ഏതൊരു കാര്യവും നിങ്ങളൊരു 2-3 തവണ യൂസ് ചെയ്യുമ്പോഴേ അത് കറക്റ്റായിട്ട് വരുള്ളൂ. പക്ഷെ ശരിക്കും ഞാൻ പറയുകയാണ്, ഇത് നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ഭയങ്കര ഒരു സമാധാനമായിരിക്കും. അല്ലേ തന്നെ ഈ പീരീഡ്സിൻ്റെ വേദന ഫുൾ സഹിക്കണ്ടേ, അതിൻ്റെ കൂടെ ഈ പാഡ് വെച്ച് ബേസിക്കലി എനിക്കാണെങ്കിൽ അത് ഭയങ്കര ഇഷ്ടമില്ല കേട്ടോ. അങ്ങനെയാണ് ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൽ കുറേ പേരെടുത്ത് പറഞ്ഞു, പേടി കാരണം ഇപ്പോഴും ഒരുപാട് ഉപയോഗിക്കാത്ത ആൾക്കാരും ഉണ്ട്. പക്ഷെ നിങ്ങൾ ഇപ്പം ഇനിയേലും ഇത് ഉപയോഗിച്ച് തുടങ്ങണം കേട്ടോ. ഇത് അത്രയും നല്ലൊരു സംഭവം. എപ്പോഴും നിങ്ങൾ ഓർക്കുക, ഇത് വെച്ചു എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് വേറൊന്നും ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ ഇത് വെച്ചിട്ട് ആൾക്കാർ പറഞ്ഞാൽ നമുക്ക് ഡാൻസ് ചെയ്യാം, സ്വിം ചെയ്യാം, അങ്ങനെയൊക്കെ പറയും. അപ്പം നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഞാനിത് വെച്ചിട്ട് സ്വിം ചെയ്യാൻ പോകുന്നത്. ഇല്ല, എനിക്ക് സ്വിമ്മിങ് അറിയത്തോലുമില്ല. പക്ഷെ സത്യം പറഞ്ഞാൽ നമ്മളിത് വെച്ചിട്ട് സ്വിം ചെയ്തു എന്ന് വിചാരിച്ചിട്ടും അതിൽ തെറ്റൊന്നുമില്ല. ഒരു കാരണവശാലും നിങ്ങളിത് പ്രോപ്പറായിട്ട് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കൊച്ചിവിടെ കിടന്ന് നല്ല കേക്ക് കേട്ടോ. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങളിത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നിന്ന് ഒരു തുള്ളി പോലും പുറത്തു പോകത്തില്ല. അത്രയും നല്ലൊരു സാധനമാണ് ഈ മെൻസ്ട്രുവൽ കപ്പ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ എന്തെങ്കിലും മെൻഷൻ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പം പ്ലീസ് നിങ്ങൾക്കിത്
ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക കേട്ടോ. വേണമെങ്കിൽ അതിനെ പറ്റിയിട്ട് പിന്നീടൊരു വീഡിയോ ചെയ്യാം. ഞാൻ എൻ്റെ കുട്ടി കേൾക്കുന്ന കാണിച്ചു തരാവേ. ബേബി അയ്യോ, സി ഷേപ്പ് അകത്തേക്ക് ഇത് വെക്കുക, എന്നിട്ട് ഒന്ന് പ്രസ് ചെയ്യുക, ഇത് പുറത്തേക്ക് എടുക്കുക, വീണ്ടും അകത്തേക്ക് വെക്കുക. ഓക്കെ, ഇനിയും നിങ്ങൾക്ക് അത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇത് അകത്തേക്ക് വെക്കുക, എന്നിട്ട് ഈ ഫിംഗർ ഉപയോഗിച്ചിട്ട് ഇത് ഇവിടെ ഇങ്ങനെ ഒന്ന് നേരെയാക്കി കൊടുക്കുക. അതിൻ്റെ ആവശ്യമില്ല സത്യത്തിൽ, നമ്മൾ പുറത്തോട്ടെടുത്ത് അകത്തോട്ട് വെക്കുമ്പോൾ ഇത് ശരിയാവും. ഓക്കെ, ഇത് ഞാൻ ഡെമോ തന്ന ബ്രാൻഡാണ്. ഇത് ഞാൻ യൂസ് ചെയ്യുന്നത്. രണ്ടും എനിക്ക് വളരെ കംഫർട്ടബിളായിട്ട് തോന്നി.